കേരളത്തിൻ്റെ ചരിത്ര ജനവിധി എന്താണെന്നറിയാൻ ഇനി ഒരൊറ്റ നാൾ കൂടി കാത്തിരുന്നാൽ മതി. മെയ് 4 രാവിലെ പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആദ്യ മണിക്കൂറിൽ ഫലസൂചന അറിയാൻ കഴിയും. ഭരണ തുടർച്ചയുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. ഭരണമാറ്റമുണ്ടാകുമെന്ന് UDFും വിലയിരുത്തുന്നു. 3 മുതൽ 4 സീറ്റുകൾ വരെ കേരളത്തിൽ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. അവസാന മണിക്കൂറിൽ ജനം എന്താണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, ആരധികാരത്തിലെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജനമനസ്സുകൾ തേടി സി മലയാളം ന്യൂസ് യാത്ര ചെയ്യുകയാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. BJPയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-നോ 4-നോ ഇടയിൽ കിട്ടാൻ പാകം എന്നാകുന്നെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതൊന്നും എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഇതൊരു ടഫ് സിറ്റുവേഷൻ ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും LDFനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഈസി വാക്ക് ഓവർ ആകാൻ പോകുന്നൊന്നുമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് ഇൻക്ലിനേഷൻ അവർക്കാണ് എന്നുള്ളത് വോട്ടിങ്ങിൻ്റെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. LDFനെ പ്രതീക്ഷിക്കുകയാണ്. LDF വൈകുമെന്നാണ് വിശ്വാസം. 10 കൊല്ലം ഭരിച്ച് വലിയ നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചില തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, എന്നാലും വലിയ നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് LDF അധികാരത്തിൽ വയ്ക്കുമെന്നാണ് പ്രതീക്ഷ. എത്ര സീറ്റുകൾ ഒരു 85 സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഷുഗറായിട്ട് BJP കൂടിപ്പോയോ 2 സീറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് പാലക്കാട്, ഒന്ന് നേമവും. അങ്ങനെയൊന്നും വലിയ ഇതൊന്നുമില്ല. കടകംപള്ളി ജയിക്കേണ്ട സാധ്യത കാണുന്നു. നേമത്തെ ശിവൻകുട്ടിക്ക് ചാൻസ് ഉണ്ട്. എന്നാലും ഇത് ചന്ദ്രശേഖർ നിൽക്കണോണ്ട് ചിലപ്പം കൊണ്ടുപോയതില്ല. ഭൂരിപക്ഷം ഇവിടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കുറേയൊക്കെ നഷ്ടപ്പെടുമെന്നാണല്ലോ പറയുന്നത്. കൂടുതലും മാധ്യമങ്ങളുടെ പ്രചരണമാണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെയും 99-ൽ അൻവർ പോയിട്ട് 98 98-ൽ ഒരു 20 സീറ്റ് നഷ്ടപ്പെട്ടിരുന്നാലും 78 കിട്ടണം. ഇതാണ് എൻ്റെ കണക്കൂട്ടൽ. ഒരു ഇടതുപക്ഷാനുഭാവി എന്നുള്ള നിലയിൽ ബാക്കിയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് പറയാനൊക്കില്ല. എക്സിറ്റ് പോളുകൾ ഒരിക്കലും എക്സാക്റ്റ് പോളുകളാകണമെന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷവും സീറ്റ് നിലയും മുന്നണികൾക്ക് വർദ്ധിപ്പിക്കാനാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ജനങ്ങളും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. സായി സൂര്യയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്.